ഹായ് ഗായ്സ്, ഇനി നമുക്കൊരു ഗെറ്റഡി വിത്ത് മീ ചെയ്താലോ. ഇനി നമുക്ക് എൻ്റെ യൂണിഫോം കാണാവേ. ഇതാണ് എൻ്റെ യൂണിഫോം. ക്രീമായിരുന്നു, പക്ഷേ അങ്ങനെ ഒരു കളറായിപ്പോയി നിറച്ചിട്ട്. അപ്പോൾ നമുക്ക് എൻ്റെ യൂണിഫോമും ഷാളും കാണാം. ബ്രൗൺ പാൻറ്റും പിന്നെ ബ്രൗൺ ഷാളുമാണ്. ഇതാണ് അപ്പോൾ എൻ്റെ എല്ലാ ദിവസത്തെ ഡെയിലി യൂണിഫോം. നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഇതൊക്കെ ആക്കാനൊക്കെ, പക്ഷേ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും തന്നെ ഷാൾ കുത്താൻ പോലും അറിയത്തില്ല എന്ന്. ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുത്തിക്കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഒരു സൈഡ് നേരാവുകയാണെങ്കിൽ ഒരു സൈഡ് നേരാവത്തില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ ആരുടെയൊക്കെ സഹായം വേണം. ഞാൻ ഇവരെ കൊണ്ടാണ് ഷാൾ കുത്തിക്കാറ്. ഇതൊരു വലിയ പ്രോസസ്സ് തന്നെയാണ് മുടി ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒന്നാമത് ഇല്ലാത്ത സാധനം അത് പിന്നെ എങ്ങനെയും ഒപ്പിക്കണമല്ലോ. ഞങ്ങൾക്ക് ഇങ്ങനെ ബാക്കിലേക്ക് മുടി ഒന്നെങ്കിൽ ഒരു റിബൺ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലിപ്പ് കുത്തി വെക്കണം. ആക്ച്വലി എനിക്ക് ഇത്ര മുടി ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഒരു മുടി വളർന്നതിൻ്റെ കഷ്ടപ്പാടുകളെ. ഇതാണ് ഗൈസ് ഞാൻ ഉപയോഗിക്കുന്ന പോൺസിൻ്റെ ക്രീം. ഇത് ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തേച്ച് കൊടുക്കും. നിങ്ങളപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഇനി കുറച്ചും കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ എങ്ങനത്തെ വീഡിയോസ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണം, ഞാൻ അതുപോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ എൻ്റെ പൗഡർ ഇടൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടില്ലേ എന്തൊക്കെ ഷോയാണ് ഞാൻ ഇറക്കുന്നതെന്ന്. എനിക്ക് തന്നെ വയ്യ. അപ്പോൾ നമുക്കിനി പൊട്ട് കുത്താം. പൊട്ട് കുത്തി കഴിഞ്ഞ് നമുക്കിനി വാച്ച് കെട്ടാം. ഇത് എൻ്റെ ചേച്ചിയും മമ്മിങ്ങളെ വാങ്ങിച്ചിരുന്ന വാച്ചാണ്, ക്യാഷ്വലിൻ്റെ വാച്ച്. നമ്മളടുത്തത് നമ്മുടെ സ്വന്തം ടാഗ്. പിന്നെ അത് കഴിഞ്ഞാൽ ഷൂ ഇടുക, സോക്സ് ഇടുക, പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് ഷൂ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ടാ. താങ്ക് യു ഗൈസ്.